നമസ്തേ, ഹരി ഓം. മഹാഭാരതം വായിച്ചിട്ടുള്ളവർക്ക് വളരെ പരിചിതമായ ഒരു ക്യാരക്ടറാണ് ജരാസന്ധൻ എന്ന് പറയുന്നത്. ജരാസന്ധനെക്കുറിച്ചുള്ള കുറച്ച് കഥകൾ നമുക്ക് കേട്ടു നോക്കാം. നമ്മളിപ്പോൾ പോകുന്നത് മഹാഭാരതത്തിലെ മഗധ രാജ്യത്തിലോട്ടാണ്. അന്നത്തെ മഗധ രാജ്യം ഇപ്പോൾ അറിയപ്പെടുന്നത് ബീഹാറിലെ പാട്ന, ഗയ എന്നീ സ്ഥലങ്ങളായിട്ടാണ്. അപ്പോൾ ഈ മഗധ രാജ്യത്തിൻ്റെ രാജാവായിരുന്നു ബൃഹദ്രഥൻ. ബൃഹദ്രഥൻ വളരെ ധാർമ്മികനും ശക്തനുമായിട്ടുള്ള ഒരു രാജാവായിരുന്നു. കാശി ദേശത്തിലെ സഹോദരിമാരെയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത്. എന്നാൽ അദ്ദേഹത്തിന് സന്താന സൗഭാഗ്യമില്ലായിരുന്നു. ഈ കാരണത്താൽ രാജാവ് നിരാശനാവുകയും രാജ്യകാര്യങ്ങളിലുള്ള താൽപ്പര്യം കുറയുകയും ചെയ്തു. അദ്ദേഹം വനവാസം സ്വീകരിക്കാൻ തീരുമാനിച്ചു. ഏറെ നാൾ വനത്തിൽ ഒരു സന്യാസിയെപ്പോലെ കഴിച്ചുകൂട്ടി. അങ്ങനിരിക്കെയാണ് മഹർഷിയായ ചന്ദ്രകൗശികനെ അദ്ദേഹം കണ്ടുമുട്ടുന്നത്. മഹർഷിയെ സേവിക്കാനുള്ള തൻ്റെ ആഗ്രഹം അദ്ദേഹം അറിയിക്കുകയും ചെയ്തു. മഹർഷി സമ്മതിച്ചതോടെ ബൃഹദ്രഥൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി സേവിച്ചുകൊണ്ടേയിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയും വിനയവും കണ്ട് മഹർഷിക്ക് വളരെ സന്തോഷമായി. അദ്ദേഹം ശിഷ്യന് വേണ്ടി ഒരു വരം അനുവദിച്ചു. പ്രതീക്ഷിച്ചതുപോലെ ബൃഹദ്രഥൻ ഒരു പിതാവാകാനുള്ള ആഗ്രഹം മഹർഷി അറിയിച്ചു. മഹർഷി അദ്ദേഹത്തിന് ഒരു പഴുത്ത മാമ്പഴം കൊടുക്കുകയും ഇത് രാജ്ഞി കഴിച്ചാൽ അവർക്ക് കുഞ്ഞ് ജനിക്കുമെന്നും അറിയിച്ചു. അതിയായ സന്തോഷത്തോടെ ബൃഹദ്രഥൻ തൻ്റെ രാജകൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോയി. പക്ഷേ അദ്ദേഹത്തിന് 2 രാജ്ഞിമാർ ഉണ്ടായിരുന്നതിനാൽ അദ്ദേഹം ആ പഴുത്ത മാമ്പഴം 2ആയി പകുത്ത് 2 രാജ്ഞിമാർക്കും നൽകി. അങ്ങനെ കുറച്ചു നാളുകൾക്ക് ശേഷം ആ മഹർഷി പറഞ്ഞതുപോലെ ആ 2 രാജ്ഞിമാരും ഗർഭിണികളായി. സമയമായപ്പോൾ 2 രാജ്ഞിമാരും ഒരു കുഞ്ഞിൻ്റെ പാതി രൂപത്തിന് ജന്മം നൽകി. ഇത് കണ്ട് ഭീതിയിലായ ബൃഹദ്രഥ രാജാവ് ആ 2 മാംസരൂപങ്ങളെയും കൊട്ടാര പരിസരത്തിൻ്റെ പുറത്തേക്ക് മാറ്റാൻ കൽപ്പിച്ചു. രാത്രിയായപ്പോൾ ജര എന്ന രാക്ഷസി അതുവഴി ഭക്ഷണം തേടി അലയുന്നുണ്ടായിരുന്നു. ആ 2 മാംസരൂപം കണ്ടുകിട്ടിയ രാക്ഷസി അതിൻ്റെ മൃദുവായ മാംസം കണ്ട് ഭക്ഷിക്കുവാനായി ഒരുങ്ങി. പെട്ടെന്ന് അവർ അത്ഭുതപ്പെട്ടുപോയി. ആ 2 പാതികളും ഒന്നായി ചേർന്ന് ജീവനുള്ളൊരു ശിശുവായി ആ കുഞ്ഞ് കരയാൻ തുടങ്ങി. ഇതു കണ്ട് രാക്ഷസിയായ ജര വിചാരിച്ചു, ഈ വിവരം രാജാവിനെ അറിയിച്ചാൽ തനിക്ക് വേണ്ട പ്രതിഫലം കിട്ടും. അങ്ങനെ അവൾ കുഞ്ഞിനെയും കൊണ്ട് ബൃഹദ്രഥ രാജാവിൻ്റെ അടുത്തെത്തി നടന്നതെല്ലാം വിവരിച്ചു കൊടുത്തു. ഇത് കേട്ട് രാജാവിന് വലിയ സന്തോഷമായി. അദ്ദേഹം ജരയെ ആദരിക്കുകയും ജരയുടെ പേര് അനുസ്മരിച്ച് ആ ബാലന് ജരാസന്ധൻ എന്ന പേര് കൊടുക്കുകയും ചെയ്തു. പിന്നീട് ജരാസന്ധൻ മഗധ രാജ്യത്തിൻ്റെ രാജാവായി മാറി. ജരാസന്ധൻ വലിയ ശിവഭക്തനായിരുന്നു. എന്നാലും ജരയുടെ കയ്യിലിരുന്ന് ജീവിച്ചതിനാൽ അദ്ദേഹത്തിന് കുറച്ച് അസുരഭാവങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ജരാസന്ധൻ്റെ ജനനത്തിൻ്റെ കഥ. ഇനി തുടർന്നുള്ള കഥകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഹരി ഓം.